അൽഹംദുലില്ലാ അങ്ങനെ ഞങ്ങളുടെ നീണ്ട 24 വർഷത്തെ പ്രേമത്തിനോടിൽ 20 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാ ഭയങ്കര സന്തോഷം. അങ്ങനെ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു മെയ് 15-ാം തീയതി. ആ വീഡിയോയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വീഡിയോ ഇടാൻ കുറച്ച് വൈകിപ്പോയി, അതുകൊണ്ടാണ് സത്യത്തിൽ മറന്നു പോയതാണ്. അങ്ങനെ ഇക്ക ബിസി ആയിപ്പോയി, നമ്മളും ബിസി ആയിപ്പോയി. അങ്ങനെ ഇത് നീണ്ട് ഇത്രയും ദിവസമായിപ്പോയി. അതുകൊണ്ട് നിങ്ങളോട് ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മൾ ക്ഷമ ചോദിച്ചുകൊണ്ട് തുടങ്ങിയാട്ടെ. എന്തായാലും ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വന്ന എല്ലാവരോടും ഒരുപാട് സന്തോഷം. ഈ സ്നേഹ സൗഹൃദങ്ങൾ എന്നും നിലനിൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അപ്പം എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട് ഇല്ലേക്കാ? അതെ നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിരുന്നെങ്കിൽ ഇടാനായിട്ട് പറ്റിയില്ല കേട്ടോ. നമ്മൾ മെയ് 15-ാം തീയതി തന്നെയാണ് വെഡ്ഡിങ് ആനിവേഴ്സറി നടത്തിയത്. അജ്മാനിലുള്ള ക്രൗൺ പാലസ് ഹോട്ടലിൽ വെച്ചിട്ടായിരുന്നു നമ്മളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി. നമ്മൾ ഒരുപാട് സുഹൃത്തുക്കളെ ഒന്നും വിളിച്ചിട്ടില്ലായിരുന്നു അന്ന്. നമുക്ക് ഏറ്റവും അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള കുറച്ചധികം സുഹൃത്തുക്കളെ പെട്ടെന്ന് തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് പെട്ടെന്ന് തന്നെ ചെയ്തൊരു സംഭവമായത് കാരണം അത്ര വിപുലമായിട്ടൊന്നും എല്ലാവരെയും ഒന്നും വിളിക്കാനൊന്നും കഴിഞ്ഞില്ല. അല്ലേ ഷീജ? അതെ എന്തായാലും വിളിച്ചവർ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. ചിലവർക്കൊക്കെ എത്താൻ സാധിച്ചിട്ടില്ലായിരുന്നു. ഒന്ന് വർക്കിംഗ് ഡേയും കൂടി ഒക്കെ ആയിരുന്നു. അതൊക്കെ കൊണ്ട് ഓരോരുത്തർക്കും ഓരോ സാഹചര്യങ്ങളൊക്കെ അല്ലേ. എന്നാൽ പോലും നമ്മുടെയൊക്കെ സന്തോഷത്തിലൊപ്പം നിന്ന എല്ലാ ചങ്കുകളോടും ഒരുപാട് സന്തോഷം. അതിലുപരി എന്നെ ഇത്രയും നാൾ സഹിച്ചതിനും ക്ഷമിച്ചതിനും സ്നേഹിച്ചതിനും ഇഷ്ടപ്പെട്ടതിനും എന്നെ ഈ ജീവിതം എൻ്റെ ജീവിതത്തിലേക്ക് മാറ്റിമറിച്ച് തന്ന എൻ്റെ പുണ്യ കെട്ടിയനോട് ഒരുപാട് സ്നേഹം, സന്തോഷം. ഇനിയും പഠിച്ചവൻ ആരോഗ്യ ആയുസ്സോടെ നമുക്ക് സന്തോഷമായി നമ്മുടെ മക്കളോടൊപ്പം ജീവിക്കാൻ പഠിച്ചവൻ തൗഫീക്ക് ചെയ്യട്ടെ, ആമീൻ. അപ്പം എല്ലാവരും ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരണം ഇല്ലേക്കാ? അതെ എന്തായിരുന്നാലും വളരെ സന്തോഷകരമായ നിമിഷങ്ങളായിരുന്നു അന്ന് അവിടെ നടന്നിരുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഓർത്തിരിക്കാൻ പറ്റുന്ന ചില സന്ദർഭങ്ങളാണല്ലോ വിവാഹ വാർഷികം, അതുപോലെ തന്നെ നമ്മുടെ മക്കളുടെ ബർത്ത്ഡേ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സുന്ദര മുഹൂർത്തങ്ങളാണ്.
ഹാപ്പി ബർത്ത്ഡേ കാര്യം വിളിച്ചോളൂ. ഹാപ്പി ബർത്ത്ഡേ സോങ് ഇടാൻ പറയും. Clap, clap, clap. Wow. Search Smart with curated job collections on LinkedIn. Get the app today. Stronger payment in 2 ways. ഹാപ്പി ബർത്ത്ഡേ That's കിട്ടിയോ? 1 for Pebble Ultra. 2, 9, 8. സൂപ്പർ. അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു ദിവസമായിരുന്നു അല്ലേ ഷീജ? അതെ അതെ, ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്ത ദിവസങ്ങളാണ് നമ്മുടെ ഈ കല്യാണ ദിവസങ്ങൾ. അതൊക്കെ എന്തായാലും തന്ന സൗഭാഗ്യത്തിനും തന്ന ജീവിതത്തിനോടും പടച്ചോനോട് എന്നും നമ്മൾ അൽഹംദുലില്ലാ പറയുന്ന ആൾക്കാരാണ്. കാരണം നമ്മളൊക്കെ ചെറിയൊരു ഗ്രാമത്തിൽ നിന്നും ഇത്ര വലിയ ഒരു ദുബായിലെന്ന ഏറ്റവും വലിയൊരു സ്ഥലത്ത് അടിപൊളിയായിട്ടൊക്കെ മക്കളോടൊപ്പമൊക്കെ ജീവിക്കാൻ പറ്റുന്നതൊക്കെ പടച്ചോൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. അതുമാത്രമല്ല, അത് എൻ്റെ ഇക്കാൻ്റെ കഷ്ടപ്പാടുകളിലൂടെ നിന്നും ജീവിക്കുന്ന ഈ ജീവിതം എപ്പോഴും പടച്ചോൻ നിലനിർത്തി തരട്ടെ എന്ന് എപ്പോഴും പടച്ചോനോട് ദുആ മാത്രമാണ്. കാരണം ഞങ്ങൾ ആ ഒരു സാഹചര്യത്തിൽ വിളക്കുപാറ എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമത്തിൽ നിന്നും ഇന്ന് ഈ ദുബായിൽ മക്കളോടൊപ്പം ഫാമിലിയോടൊപ്പം സന്തോഷകരമായി ബിസിനസ് ചെയ്ത് ജീവിക്കണമെങ്കിൽ ഇതിൻ്റെ എല്ലാം പിന്നിൽ എൻ്റെ ഇക്ക തന്നെയാണ്. അൽഹംദുലില്ലാ, എന്നും ഞാൻ പടച്ചോനോട് സ്തുതിയുള്ളവളാണ്. ജീവിതത്തിൻ്റെ ഉയർച്ച താഴ്ചകൾക്കിടയിലും നമുക്കുണ്ടാകുന്ന നമുക്ക് വീണ് കിട്ടുന്ന നല്ല നിമിഷങ്ങൾ നമ്മൾ ആഘോഷിക്കുക, ആസ്വദിക്കുക. അതാണല്ലോ ജീവിതം എന്ന് പറയുന്നത്. എന്തായിരുന്നാലും നമ്മുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ വന്ന എല്ലാ സൗഹൃദങ്ങൾക്കും വളരെയേറെ നന്ദി രേഖപ്പെടുത്തുകയാണ്. എന്നും നിങ്ങളുടെ ഈ സ്നേഹ സൗഹൃദം നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.